കരുതുന്നത്. വ്യത്യസ്ത ആശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉള്ളവര് തർക്കിച്ചും കളിച്ചും ചിരിച്ചും അതോടൊപ്പം തന്നെ വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായി ഇവിടെ സംഘടിക്കപ്പെട്ടുള്ളത്. പക്ഷെ അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതും. അപ്പോ ആരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും അതിഥിയായിരുന്നു തന്നെയാണ്. അപ്പോ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് തുടക്കം കുറിച്ച് നമുക്ക് വീരാചന്ദ്രനെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് മികച്ച സിനിമാ നടിക്കുള്ള മനുഷ്യഷാബോട് വിറ്റു. എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എഴുത്തുകാരന്റെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയോടുള്ള സത്യസന്ധതയെ പോലെ ഒരു സത്യസന്ധത എഴുത്തുകാരന് അയാളോടുണ്ടോ? സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്ബാസ് കാര്യത്തെ കൂടുതൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുത്തുകാരന് എത്രമാത്രം സത്യസന്ധനാകാൻ പറ്റും? വേണമെങ്കിൽ സൊസൈറ്റിയോട് സത്യസന്ധനാകാൻ പറ്റും. തന്നോട് സത്യസന്ധനാകാൻ എഴുത്തുകാരന് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അത് തന്നെയാണ് ആ എഴുത്ത് എന്ന് പറയുന്നത്. എഴുത്ത് എന്നുള്ളത് തന്നെയാണല്ലോ എത്ര മാത്രം സത്യസന്ധമായി നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ എഴുതിയൊക്കെ തിരിച്ചും തെറ്റിയൊക്കെ ഭാഷകനും എന്ന നിലയിൽ കെ.എൻ. സാറോട് ചോദിക്കുന്നത്, നിലവിലെ ഗസയിലെ ജിനോസൈഡ് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് കെ.എൻ. സാറ് അവിടെ ഞാൻ പറഞ്ഞത്, ഒരു പത്രക്കാരൻ പോകുമ്പോൾ പത്രക്കാരന്റെ കണ്ണ് റിപ്പോർട്ടിംഗ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ വാർത്ത എന്നുള്ളത് എഴുതുമ്പം വാർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് അത് എന്താണെന്നുള്ളത്. അപ്പൊ റിപ്പോർട്ടിംഗ് ആവും. റിപ്പോർട്ടിംഗ് അല്ല എഴുതിയത്. പക്ഷെ 2 മാസം മുന്നേ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. എനിക്ക് അറിഞ്ഞു